നിങ്ങളുടെ വീട് ഫ്ലോർ കോൺക്രീറ്റ് സ്റ്റേജിലാണോ? ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. എന്ത് ഫില്ലിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. അത് ഗ്രാവലാവാം, പുരയിടത്തിലെ മണ്ണാവാം, അല്ലെന്നുണ്ടെങ്കിൽ ക്ലേ ആകാം. എപ്പോഴും ഒരു ക്ലേ ഉപയോഗിക്കുന്നതാണ് കൂടുതലും പ്രിഫറബിൾ. കാര്യം ഒരു ചെതലിൻ്റെ പ്രശ്നം ക്ലേയിൽ ഒരിക്കലും ഉണ്ടാവില്ല. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോറിനെ വാട്ടർ ലെവൽ ചെയ്ത് കോമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോമ്പാക്റ്റിംഗ് കഴിഞ്ഞ് കോൺക്രീറ്റിന് ഒരു ഡേ പ്രയർ ആയിട്ട് ടെർമൈറ്റ് പ്രൂഫ് കെമിക്കൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടാറ്റ ടെർമെക്സ് എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന് മുന്നായിട്ട് എപ്പോഴും ഒരു വേപ്പർ ബാരിയർ വിരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പോളി എത്തിലിൻ ഷീറ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് മണ്ണിൽ നിന്നുള്ള ഈർപ്പം മുകളിലോട്ട് വരുത്തതുമില്ല. നമ്മുടെ കോൺക്രീറ്റിംഗ് ടൈമിൽ കോൺക്രീറ്റിൻ്റെ വെള്ളം ഒട്ട് പെട്ടെന്ന് മണ്ണിലേക്ക് പോകത്തതുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ഫ്ലോറിംഗ് മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളൊരു 1:2:4 PCC ആണ് ചെയ്യുന്നത്. ഹെവി ലോഡിംഗ് ഉള്ള ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു RCC ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ആർക്കിടെക്ട് നിഖിൽ ബാലചന്ദ്രൻ, NBA Design.